അപ്പോ ഈ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സദസ്സ് കാണുമ്പോ എനിക്ക് 2 വരി പാടാനാണ് തോന്നുന്നത്. എന്താ വരി എന്നറിയണ്ടേ? എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയാൻ. സ്നേഹപ്പുഴയാണോ ഇത്, അതോ സ്നേഹക്കടലാണോ ഇത്? അതാണ് നമുക്കറിയാത്ത. അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേദി, ഈ ഒരു സദസ്സ്, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഗീതേച്ചിയുടെ ഈ ഒരു എഴുത്ത് യാത്രയിൽ ഗീതേച്ചി എത്തി നിൽക്കുന്ന 3ാമത്തെ സ്റ്റെപ്പിലാണെന്ന് നമുക്ക് പറയാം. പിന്നാലെ തിരിഞ്ഞു നോക്കൂ എല്ലാവരും. ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ തന്നെ വേണം. നമ്മുടെ മോഹനേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞു. എഴുത്തുകാരി, നമ്മളുടെ പ്രിയങ്ങളിൽ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഗീതേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മളൊരു സുഭദ്രയെ ഭദ്രമായി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ആ ആള് അത് ഭംഗിയായിട്ട് കൊണ്ടാണെന്ന് സുഭദ്രയെ വളർത്തി വലുതാക്കി കുട്ടികളായി വലിയവരായി നാടിന് ലോകം ഇടപെട്ടവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ അന്നത്തെ ചടങ്ങിൽ അത് സുഭദ്ര അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു വലിയ കുടുംബത്തിലെ 4 കെട്ടിലത്തെ അംഗമാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരെ കുറെ എഴുത്തുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു അത് ചെയ്തത്. പക്ഷെ നമ്മുടെ കുമ്മായി പാത്ത് പാവാണ്, വെറും പാവാണ്. അതായത് അമ്മയ്ക്ക് ഒന്നുമില്ല, മോൾക്കൊന്നുമില്ല, ആകെ കൊള്ളിക്കച്ചവടമാണ് നടത്തുന്നത്. ഈ കൊള്ളിക്കച്ചവടത്തിന് കിട്ടുന്നതുകൊണ്ട് വേണ്ടിയിട്ടായിരുന്നു ഈ പാത്തിനെ വളർത്തിണ്ടാക്കിയതൊക്കെ അങ്ങനെയാണ്. അപ്പം പാത്തിനുള്ള ലക്ഷറി എന്ന് പറഞ്ഞതൊന്നുമല്ല. പാത്തിനാകുള്ള ലക്ഷറി എന്ന് പറഞ്ഞാൽ കൊള്ളിക്കച്ചവടം നന്നായാൽ തൊട്ടുകൂട്ടാൻ ചമ്മന്തിയും അതിൻ്റെ കൂടെ പപ്പടം വാങ്ങിച്ചു തരാമെന്നാണ് അവരുടെ ലക്ഷറി. അപ്പം അങ്ങനത്തെ ഒരു പാത്തുവിനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ഈ പാത്തുവിനെ ഒന്ന് നന്നാക്കി വലുതാക്കി വളർത്തി കുട്ടികളാക്കി ലോകം മുഴുവൻ അറിയിക്കുന്ന രീതിയിലൊന്നാക്കി വരുന്ന ഉത്തരവാദിത്വം അമ്മാവിന് അച്ഛനാണെന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ തരികയാണ്. അതായത് തീരുമാനിക്കുക വേണ്ട. അവതാരി എഴുതിയ സുഹൃത്തുക്കളുണ്ട്, ഹണി ഭാസ്കർ എഴുതിയ ഒരു വരിയാണ് എനിക്ക് പറയാനുള്ളത്. ചില മനുഷ്യർ തന്നെ കഥകളാണ്. ചുറ്റുമുള്ളതിൽ നിന്നെല്ലാം കഥകൾ ഉരുത്തിരിക്കുകയും കഥകളുടെ ചുമലിലേക്ക് ഇത് എവിടെ കൊണ്ടിറക്കണം എപ്പോഴിറക്കണം എന്നറിയാതെ ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടുന്ന ചില മനുഷ്യർ. അതിലൊരാളാണ് നമ്മുടെ ഈ ബാണ്ഡ്കെട്ട്, ഈ പുസ്തകക്കെട്ടിൻ്റെ കഥാകാരി ഗീതാ മോഹൻ. അല്ലേ? അപ്പോൾ അവിടെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം സമിതി പറഞ്ഞ പോലെ മോഹനേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മോഹനേട്ടൻ പറഞ്ഞു, ഗീത ഒരു കഥ എഴുതി മത്ത് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ കഴിഞ്ഞു വന്നു,
ഇതായിരുന്നു സത്യം. ഇത് ഇനി എവിടെ നിന്ന് അവസാനിക്കണോ ആവോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഗീതാ മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ചെയ്തിട്ടുള്ളതൊക്കെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നാണ്. വെടിക്കെട്ട് വരാൻ പണിയുള്ളൂ. കാരണം ഹണി പറഞ്ഞ പോലെ ഇത് ചെറുപ്പൊന്നല്ല, ഒരുപാട് പുസ്തകക്കെട്ടുകൾ തലയിൽ വെച്ചിരിക്കുന്നുണ്ട്. പങ്കുന്നായിട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. വായിച്ചറിയേണ്ടതാണ്, ഒരുപാട് പറയാനുള്ളതാണ്. ഓരോ കഥയെക്കുറിച്ചും പറയാനുണ്ട്. ജന്നത്തുൽ ഫിർദൗസ്, സ്വർഗത്തിലെ ഏറ്റവും വലിയ ലെവല്, അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ അടുത്താണ്. പിന്നെ അവിടെ നിന്നുള്ള ലോകത്തെ ഏറ്റവും ശാന്തി സമാധാനം കിട്ടുന്ന സ്ഥലം. അവിടെ കയ്യിൽ ജന്നത്തുൽ ഫിർദൗസ് കിട്ടിയിട്ടും അവർക്ക് എന്താ സംഭവിച്ചാൽ നിങ്ങൾ വായിച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും. കുമ്മായപ്പാത്തു അവസാനം എന്ന് പറഞ്ഞാൽ കുമ്മായപ്പാത്തു എങ്ങനെ കുമ്മായപ്പാത്തു പോയി അത് നിങ്ങൾ വായിച്ച് തന്നെ നോക്കിയോളൂ. പക്ഷേ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചട്ടിയുടെ കടിയിലെ കരി എണ്ണയിൽ തേച്ച് കണ്ണിൽ തേക്കുന്നതാണ് കുമ്മായപ്പാത്തുവിൻ്റെ കാണുന്ന ആ കണ്ണമ്മ ബ്ലാക്ക് ഓരോ അതെ ആ ചട്ടിയിലെ മൂട്ടിലെ കരി എണ്ണയിൽ തേച്ച് കണ്ണിൽ തേക്കും. അതാണ്ടായത്. അതാണ് കണ്ണങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോ കഥകളും അതുപോലെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ പറയേണ്ട ഒരുപാടുണ്ട്. അത്രയും നല്ല കഥകളാണ്. എല്ലാവരും വായിക്കുക, വായിപ്പിക്കുക, ഇതിന് വളർത്തുക, സന്ദേശിച്ചൊന്ന് സഹായിക്കണം. ഇതിനെ ലോകത്തിലവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. ഈ പാത്തുവിൻ്റെ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ പാത്തുവിന് തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചോര വേണ്ടി വന്നാൽ നീ പാത്തുവിന് കൊടുക്കില്ലടാ എന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ ബുക്ക് വായിക്കുമ്പോൾ കിട്ടും, ഒരു മൊത്തം ആൾക്കാരും ഒരു ഗ്രാമം മുഴുവനും പാത്തുവിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? പാത്തുവിന്റെ ഒരു സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണലാണ്. ഇവിടെ ഈ ഒരു ഷാർജ ബുക്ക് ഫെസ്റ്റിലേക്ക് നമ്മളെയൊക്കെ ഇത്രയും പേരെ ഇങ്ങോട്ട് നയിച്ചത് എന്തായിരിക്കും? രണ്ടുപേരുടെ ഉപാധികളില്ലാത്ത സ്നേഹമാണ് നമ്മളെ ഇങ്ങോട്ട് നയിക്കുന്നത്. മോഹൻകുമാർ സാറിന്റെ ഗീതേച്ചിയുടെ നമുക്ക് എപ്പോഴും, അതായത് നമുക്കൊരിക്കലും ഇങ്ങോട്ട് ഓരോ വർഷവും ഇങ്ങോട്ട് പോരാനും എന്തെങ്കിലുമൊക്കെ എഴുതാനും ഇങ്ങനെ തോന്നുന്ന ഒരു സാധനം. അതേ ഇപ്പം പാത്തുവിനെ ഓർക്കുമ്പോൾ ശരിക്കും ഞാൻ ഗീതേച്ചിനെ തന്നെ ഓർക്കുന്നത്. കാരണം ഗീതേച്ചിയുടെയും അതേ ഒരു സ്നേഹമാണ്. ഒപ്പം പക്ഷെ എനിക്ക് ഒരു ബുക്ക് വായിച്ചു, അതുപോലെ തന്നെ മനുഷ്യരോട് മാത്രമല്ല സ്നേഹം, പാത്തുവിന്റെ തന്നെ തത്ത പാത്തു കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ച നീ വരണം, എൻ്റെ അടുത്ത് വന്ന് ഇരിക്കരുത്, കരയരുത്, എൻ്റെ തത്തയെ നീ തുറന്നു വിടണം. അതായത് ഫ്രീഡം. അതായത് അതുപോലെ തന്നെ മ്യാവൂ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സോറി ഇതിലും കഥയിലും ആ പൂച്ചയോട് ഭയങ്കര സ്നേഹമുണ്ട്. പക്ഷെ ഒരു തോന്നല, എന്നാലും അത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയാ, അതിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ മറന്നുപോയോ എന്നൊരു ഇത്. അപ്പൊ നമ്മുടെ ഒരു എമ്പതി, സഹജീവികളോട് കരുണയുള്ള ഒരവസ്ഥ ഭയങ്കരമാണത്. പക്ഷെ എനിക്ക് ഞാൻ ആദ്യത്തെ കഥ വായിച്ചപ്പം എനിക്ക് ഗീതച്ചോട് ശരിക്കും എന്നാലും ഗീതച്ചി ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്നെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കറിയാം, ന്യൂക്ലിയർ ഫാമിലി താമസം നമുക്ക് എല്ലാവർക്കും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ സ്നേഹങ്ങളാണ്. നമ്മുടെ മുത്തശ്ശന്റെ, മുത്തശ്ശിയുടെ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം തേടി അലയുന്ന ഒരു അവസ്ഥയുണ്ട് പലരിലും. പക്ഷെ അപ്പൊ ഞാൻ ആദ്യം ഓർത്തു, അയ്യോ ഇതെന്താ ഇങ്ങനെ അതിനകത്തൊരു ട്വിസ്റ്റ് എന്തിനാ അങ്ങനെ കൊണ്ടുവന്നു വിചാരിച്ചു. പക്ഷെ അതിന്റെ അവസാനത്തെ 2 വരി വായിച്ചപ്പോൾ എനിക്കത് മാറി. അതായത് നഷ്ടപ്പെട്ട സ്നേഹം മറ്റൊരാളിൽ തേടരുത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളെപ്പോഴും അറിയാതെ ചെയ്തു പോകുന്ന ഒരു സാധനമാണ്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്നേഹം പലപ്പോഴും നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു മുത്തശ്ശി കുട്ടികളോട് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മളോട് നന്മ പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് നിന്ന് മനസ്സിലായതാണ്, ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ആ ഒരു ജാഗ്രതയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ മറ്റ് കഥകൾ വായിച്ചു നോക്കുമ്പോഴും കാണുന്നത്, ദൈവം തെയ്യം അല്ല, മനുഷ്യൻ തെയ്യമായി, തെയ്യം മനുഷ്യന് ദൈവമായി. ആ തെയ്യത്തിന്റെ ഇത് നേടാൻ നിൽക്കുന്ന ആൾക്കാര് പിന്നീട് ആ തെയ്യം മനുഷ്യനായി മാറുമ്പോൾ അദ്ദേഹത്തിന് ഇതേ മനുഷ്യന്റെ എല്ലാ വേദനകളും സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ഉണ്ടെങ്കിലും പറഞ്ഞാലും തീരാത്ത അത്രയും ഇതുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. മോഹൻകുമാർ സാറിന്റെ ആണെങ്കിലും ഗീതേച്ചിന്റെ ആണെങ്കിലും ഇവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും
ആ ഒരു ഫീലിംഗ് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും ഗീതേച്ചി ഒത്തിരി കഥ എഴുതട്ടെ. എല്ലാവർക്കും നമ്മളെല്ലാവരിലും ഒന്നിച്ച് എപ്പോഴും മോഹൻ സാറും ഗീതേച്ചി ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. അടുത്ത വർഷം എല്ലാ വർഷങ്ങളിലും നമുക്ക് ഇതുപോലെ കാണാൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഗീതേച്ചിയെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുള്ള, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ഗീതേച്ചി. അതുകൊണ്ട് തന്നെ അവിശുദ്ധ മുറിവുകൾ എന്ന് പറയുന്ന എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായം തന്നെ ഗീതേച്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഗീതേച്ചീൻ്റെ കഥകളെക്കുറിച്ച് പറയാൻ വേണ്ടി ദൃശ്യം ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പം മുൻപേ സംസാരിച്ചവരെ കേട്ടപ്പോൾ കണ്ടന്റിലേക്കൂടെ കുറേ എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. കൊച്ചു പുസ്തകമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗീതേച്ചിനെ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഗീതേച്ചി സ്നേഹമാണ്, നന്മയാണ്. ആ ഒരു കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഷഹനാസ് ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഗീതേച്ചിയുടെ ആ നന്മ എത്രത്തോളം, അത് ഗീതേച്ചി പറഞ്ഞു നടക്കൊന്നുമില്ല. ഗീതേച്ചിന്റെ കഥകളിൽ പോലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കടന്നു വരുന്നില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു നന്മയുടെ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞ ഒരുപാട് മനുഷ്യർ ഇക്കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് വളരെ കൃത്യതയുണ്ട്. കഥകളെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം വായിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന്, ഓരോ വർഷവും ഗീതേച്ചി പുസ്തകമായിട്ട് വരുമ്പോൾ ആ എഴുത്തിലെ ആ ശൈലിയുടെ ഒക്കെ വ്യത്യാസം വളരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ എഴുത്തുകാരിയുടെയും എഴുത്തിൻ്റെയും പ്രത്യേകത. ബാക്കി കഥകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇത്ര സമയമുള്ളൂ. സദസ്സിനെ മാനിക്കുന്നു, വേദിയെ മാനിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം ഗീതേച്ചി എഴുത്തിലും ജീവിതത്തിലും സ്നേഹമായിട്ടും നന്മയായിട്ടും മുൻപോട്ട് പോകട്ടെ. പുസ്തകത്തിന് ആശംസകൾ. ഗീതേച്ചിക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം. ഇനി ഞാനിവിടെ കുമ്മായ പാത്തുവിനെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് പോകാം. നിങ്ങൾക്ക് സങ്കട കഥകൾ കേൾക്കാൻ ഇഷ്ടാണ്? ആർക്കല്ലേ അതൊക്കെ ഇഷ്ടാവാ? എന്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഒരേപോലെ കേൾക്കുന്ന ഒരു ചേച്ചിയുണ്ട് എനിക്ക്. എന്റെ ഗീതേച്ചി എന്റെ ഇത്തായെ പോലെ എപ്പോ വേണമെങ്കിലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരാളാ ഗീതേച്ചി. എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ കഥകൾ ഗീതേച്ചി ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വേറെയും കഥകളുണ്ട്. എങ്കിലും ഗീതേച്ചി നെഞ്ചോട് കൂട്ടിപ്പിടിച്ചത് എന്റെ കഥയാണ്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ എന്റേതാണ്. കുമ്മായ പാത്തു എന്നാണ് കേട്ടോ ആ പുസ്തകത്തിന്റെ പേര്. എന്റെ ഗീതേച്ചി അത് നിങ്ങളോട് പറയുമ്പോ, നിങ്ങളത് കേൾക്കുമ്പോ എന്നെ നിങ്ങൾ അത്രക്ക് സ്നേഹിക്കണ പോലെയാ തോന്നാം. അപ്പോ കുമ്മായ പാത്തുവിനെ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടാവും എന്നെ. നന്നായിട്ട് ഓടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കഥയിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു ഡിറ്റർമിനേഷൻ്റെ പുസ്തകമാണ്. 3 പുസ്തകങ്ങൾ. ഒരു സ്ത്രീ ഈ പുസ്തകങ്ങൾക്കിടയിലൂടെ വെറും എഴുത്തുകാരികളുടെ പരിചയപ്പെടാൻ മാത്രം നടന്ന ഒരാള്, ആ ഒരാള് എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായത്? പലരും ചിന്തിക്കുന്നുണ്ടാവും, ഓ അവർക്കോ എഴുതാൻ പറ്റുന്നത്, അവരൊന്നും ഒട്ടും വായനയില്ലാത്ത സ്ത്രീയല്ലേ. എന്തുകൊണ്ട്? വായന എന്ന് പറയുന്ന പുസ്തക വായനയല്ല, ജീവിത വായനയാണ്. അവരോടൊപ്പം ചേർന്നു നിന്ന മനുഷ്യരെ കേൾക്കാനുള്ള, അവരെ സ്നേഹിക്കാനുള്ള, അവരെ തൊട്ടറിയാനുള്ള, സമ്പത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നും ഇല്ലാതെ ഏതു മനുഷ്യനെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായാൽ മതി ഏതൊരു മനുഷ്യനും. അത് അക്ഷരങ്ങളായി, കവിതകളായി, കഥകളായി, നോവലുകളായി പെയ്യിക്കാൻ ഏത് മനുഷ്യനാണ് സാധിക്കാത്തത്? ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരുപാട് കഥകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിലെ കുമ്മായി പാത്തു ചേച്ചിയോടൊപ്പം നടന്ന, ചേച്ചിയെ നാട്ടിലെത്തുമ്പോൾ ചേച്ചിയെ സ്വന്തം സഹോദരിയെ പോലെ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്. ആ ചേച്ചിയുടെ കഥയാണ്. അതേപോലെ കുമ്മായ പാത്തു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലത്തെ മലയാള മംഗളം, മനോരമ രീതിയിലുള്ളൊരു അവതരണ രീതി ആയിരിക്കാം. പക്ഷേ 3 പുസ്തകങ്ങളിലേക്ക് എത്തുമ്പോൾ ചേച്ചി അവതരിപ്പിക്കുന്ന തീം, അതിലൊരു കനലുണ്ട്. ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കും അതാണ്, കനൽ എന്ന് തന്നെയാണ്. ചേച്ചിയുടെ ഉള്ളിലുള്ള അക്ഷരപ്പെഴുത്തിന്റെ കഥയുടെ കനല് തീർച്ചയായിട്ടും പെയ്തൊടുങ്ങാതെ ഒരു അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന പോലെ ഒഴുകും. കാരണം ഞാൻ ആ കഥകൾ പലപ്പോഴും ത്രെഡ് പറയുമ്പോൾ ഞാൻ പറയും, ചേച്ചി ദയവ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് എഴുതിയിട്ട് ആ വലിയൊരു സാധ്യതയെടുത്ത് കളയലേ എന്ന് പറയും. നമ്മൾ ആഘോഷിക്കുന്ന പല എഴുത്തുകളേക്കാൾ മികച്ച ഉള്ളിലുറങ്ങുന്ന ഒരുപാട് ജീവിത കഥകളുള്ള ഒരു സ്ത്രീയാണ് അവർ. ഈ
ചേച്ചിയുടെ 2 പുസ്തകവും വായിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊന്നും പറയാനില്ല. മറ്റൊരു സത്യം നിങ്ങൾ അറിയാത്തത്, മഹാകവി കുട്ടമത്തിന്റെ വംശത്തിലെ എഴുത്തുകാരിയാണിത്. നിങ്ങൾ അന്വേഷിക്കണം ആരാണ് മഹാകവി കുട്ടമത്ത് എന്നുള്ളത്. മലയാള സാഹിത്യത്തിലെ പച്ച മലയാള പ്രസ്ഥാനത്തിൽപ്പെട്ട കവി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടൊക്കെ വന്ന ആ വംശത്തിലെ വൃക്ഷമാണത്. എല്ലാവരും സ്വീകരിക്കാം. നന്ദി, നമസ്കാരം. ഏറ്റവും ഗംഭീരമായ ഒരു ആത്മകഥ മൊറോക്കക്കാരിയായ മല്ലിക ഒഫ്കീറിന്റെ ദ ലാ പ്രിസണർ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. 18 വയസ്സ് വരെ മൊറോക്കോയിലെ സൈനിക മേധാവിയുടെ മകളായിരുന്ന മല്ലിക കൊട്ടാരത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളിലും രമിച്ചവൾ. അച്ഛൻ ഒരു ഉപജാപക നടത്തി രാജാവിനെ കൊല്ലാൻ ഗൂഢാലോചന ഇട്ടു എന്നുള്ളത് കൊണ്ട് ആ പട്ടാള മേധാവിയെ കൊലപ്പെടുത്തുന്നു. മകളായ മല്ലികയെയും അമ്മയെയും 2 സഹോദരങ്ങളെയും മരുഭൂമിയുടെ ഒരു തടവറയിൽ അടയ്ക്കുന്നു. പക്ഷെ ഇവരെ ഓരോരുത്തരെയും ഓരോ തടവറകളിലാണ് അടയ്ക്കുന്നത്. അപ്പോഴാണ് മല്ലിക ഒഫ്കീർ എഴുതുന്നത്, ഞങ്ങൾ 15 വർഷക്കാലം ഈ മരുഭൂമിയിലെ തടവറകളുടെ പീഡനമുദ്രിതമായ ആ കാലത്തെ അതിജീവിച്ചത്. ഞാൻ തടവറയിൽ നിന്നുകൊണ്ടൊരു കഥയുടെ 2 വരി പറയും. തൊട്ടടുത്ത മുറിയിൽ നിന്ന് എൻ്റെ അമ്മ അത് പൂരിപ്പിക്കും, തൊട്ടടുത്ത മുറിയിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ പൂരിപ്പിക്കും. അങ്ങനെ കൊലനിലത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഹരിതാഭയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവന്നത് കഥകളാണെങ്കിൽ, ഇത് ചേച്ചിയുടെ ജീവിതത്തെ നിങ്ങളൊരു പുസ്തകമാക്കി മാറ്റിയാൽ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാലാഖ എന്നാണ്. ഇതിൽ ഒരു കഥയിലെ ഒരു വരി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം. അയാളുടെ മടിത്തട്ട് എന്ന് പറഞ്ഞ കഥയിൽ ഗീതേച്ചി എഴുതുന്നു, അയാളുടെ നെറ്റിയിലെ ഓരോ ചുളിവിനും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. ഒരു ശിശിരമഴയിൽ താണുപോയി പിന്നെയും ഉയരുവാൻ ശ്രമിക്കുന്ന ജീവിതത്തിന്റെ കഥ. മത്തിൽ നിന്ന് കുമ്മായപ്പാത്തുവിലെത്തുമ്പോൾ ജീവിതത്തിന്റെ സൂക്ഷ്മ അംശങ്ങളെ, ജീവിത കടലെ അതിന്റെ ആഴങ്ങളിൽ നിന്ന് സംശീകരിച്ചെടുത്ത ഇരുത്തം വന്ന ഒരു എഴുത്തുകാരിയുടെ വിളംബരമാണ്. കാലത്തോടുള്ള സാരസ്വതങ്ങളുടെ സ്നേഹപ്രഖ്യാപനമാണ് കുമ്മായപ്പാത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു. മോഹനേട്ടന്റെ അഭാവത്തെ ഓർത്ത് വിഷമിച്ചായിരുന്നു ഇന്നിങ്ങോട്ട് വന്നത്. പക്ഷെ മോഹനേട്ടനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. ഗീതേച്ചിയുടെ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹനേട്ടന്റെ വാക്കുകൾ ഓർത്താണ് ഞാൻ ഇന്ന് പോകുന്നത് പോലും. കഴിഞ്ഞ വർഷം മത്തിന്റെ ആദ്യ പുസ്തകം സ്വത്തത്തിന്റെ റിലീസിങ്ങിന് മോഹനേട്ടൻ പറഞ്ഞു, മത്തിൽ നിർത്തുമെന്ന് വിചാരിച്ചു, നിർത്തിയില്ല, സ്വത്തത്തിൽ എത്തിയിരിക്കുന്നു. ബാക്കി സാറ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം അതോടൊപ്പം കൂട്ടിച്ചേർത്തു, ഈ തിങ്ങി നിറഞ്ഞ നിങ്ങളൊക്കെയാണ് ഗീതയ്ക്ക് എഴുതാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നത്, നിങ്ങളുടെ പരിഗണനയാണ് അവളിലെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതും. അതിന് അദ്ദേഹം എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹവും പരിഗണനയും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് ഗീതേച്ചിയെ 3ാമത്തെ പുസ്തകവുമായി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഗീതേച്ചിയുടെ പുസ്തകത്തിന്റെ നാമകരണമാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. മത്ത്, സ്വത്തും, ഇപ്പോൾ കുമ്മായപ്പാത്തു. എല്ലാത്തിലും ഒരു താ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ താഴൊരു താത്തയും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കുമ്മായപ്പാത്തുമായിട്ട് കുറച്ച് നേരത്തേക്ക് എന്നെ സ്വീകരിച്ചതിന് ഒരുപാട് സ്നേഹം ഗീതേച്ചി. ഈ കഥ വായിച്ച ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, വായിച്ച് കഴിഞ്ഞ ഉടനെ ഈ കുമ്മായപ്പാത്തുവിനെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു ഗീതേച്ചിയുടെ ലളിതമായ എഴുത്ത് പ്രയോഗം കൊണ്ടായിരിക്കണം വായനക്കാരൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു കുമ്മായപ്പാത്തുവാണ് ഈ പുസ്തകത്തിലുള്ളത്. ഏറെ വായിക്കപ്പെടട്ടെ. എല്ലാവരുടെ പ്രോത്സാഹനം ചേച്ചിക്ക് വേണം. ആശംസകൾ. ഈ ഹമീദാണ് എൻ്റെ ബലം. ഈ 12 ദിവസവും എനിക്കിവിടെ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം ഹമീദ് മതി, എനിക്ക് പകരം ഹമീദ് എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ഈ 12 ദിവസവും എല്ലാ പുസ്തക പ്രകാശനവും നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് സന്തോഷം. ഈ സ്നേഹത്തിന് പറയാനില്ല. പിന്നെ ഗീത ഒരുപാട് വിഷമിക്കും ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇന്ന്. കാരണം എല്ലാ ദിവസവും പിന്നെ 15-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇത് മാറില്ലേ, ഈ വേദന കുറയില്ലേ, ഇത് ശരിയാവില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണത്തോടൊപ്പം ഇതും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാണ് ഞാൻ വരും എന്നുള്ളത്. പക്ഷെ അവിടുത്തെ ഞാൻ പറ്റില്ല. കാരണം ഡോക്ടർ ഇന്ന് രാവിലെയും കൂടെ ഡോക്ടർ പറയുന്നത് പോകരുത്, മാസ്ക് ധരിക്കണം, കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവും. ഒന്നുമില്ല, ഒരു ദിവസം രാവിലെ ചെറിയൊരു അസുഖം വന്നാണ്, അത് സ്റ്റാൻഡിട്ട് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെതായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വരാതിരുന്നത്. എനിക്ക് 44 കൊല്ലമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ കൂടെ ഓടുന്ന ഒരാളാണ്. ഈ പുസ്തകം
ഈ ഒരു പുസ്തകമേള മാത്രമാണ് എനിക്ക് മിസ്സായിട്ടുള്ളത്. അത് മിസ്സാവരുത് എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ കൈവരിയും ഈ സ്നേഹവും പുഞ്ചിരിയും ഒക്കെ കാണുമ്പോൾ ശരിക്ക് ഗീത ഇനി എല്ലാ വർഷവും ഒന്നിൽ കൂടുതൽ പുസ്തകം എഴുതാനുള്ള സാധ്യതയാണ്. കാരണം അവിടെ ഏതെങ്കിലും സംഗതിയുണ്ട്, പക്ഷേ നിങ്ങൾ ഈ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ബുക്കായിട്ട് മാറും. യാതൊരു സംശയവും കാര്യത്തിലില്ല. ഒരുപാട് സന്തോഷം. കാര്യത്തിൽ ഈ വർഷവും പുസ്തകമേള എല്ലാ വർഷത്തെയും പോലെ ഗംഭീരമായി നടന്നു എന്നാണ് എനിക്ക് ഞങ്ങളുടെ ചെയർമാൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗവാക്കായി ഇവിടെ എത്താൻ സാധിച്ചതിൽ. സന്തോഷം, നന്ദി. ഒരു മിനിറ്റ് മോനേട്ടാ, ഈ സ്റ്റഡ് ഇട്ടാൽ നമുക്ക് ഊർജം കൂടും. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പഴയതികൾ ഊർജമായിട്ട് വരും. നമസ്കാരം. ഒരു എഴുത്തുകാരികളെ കാണുമ്പോൾ എന്താ പറയുക, ഹണീനെ പോലത്തെ ഒരു ആരാധന. എന്താ വെച്ചാൽ ഒരു എഴുത്തുകാരി, അവളൊരു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ ഓക്കെ എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ച് ഒരു എഴുത്തുകാരി എന്നുള്ള പേര് സമ്പാദിച്ചാലോ നല്ലൊരു ആഗ്രഹം കൊണ്ടാണ്. പിന്നെ കുറച്ച് കഥകൾ ഉള്ളിലുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതിയത്. പക്ഷേ അതിനുശേഷം നിങ്ങളൊക്കെ തന്ന പ്രോത്സാഹനം, ഓരോ കഥക്കും തന്ന പ്രോത്സാഹനം കൊണ്ട് ഞാൻ രണ്ടാമതൊരു പുസ്തകം എഴുതി. മൂന്നാമത് ഇത് ആദ്യം എഴുതി. ഇനി ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ എഴുതാതിരിക്കാൻ വിടൂല എൻ്റെ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒന്നുമല്ല ഹണീനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് സാഹിത്യകാരികളെ പോലെയോ ഒന്നുമല്ല ഞാൻ എഴുതുന്നത്. എൻ്റെതായ എൻ്റെ മനസ്സ്, ഞാൻ ചിലവരെ സ്നേഹിക്കുന്നത് അങ്ങ് ഒപ്പിവെക്കുകയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇനി ചില മുഖങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എഴുത്തുകാരിയായി തന്നെ പോകണമെന്നില്ല. ആ തരത്തിൽ സാഹിത്യകാരിയല്ല, ഒരു എഴുത്തുകാരി. എല്ലാവിധ എന്താ പറയുക, എനിക്ക് തന്നെ ആശംസ നേരുന്നത്. ഒരുപാട് പേർക്ക് ആശംസ പറഞ്ഞിട്ട് അറിയാണ്ട് വന്ന കുഴപ്പമില്ല, ഗീതാ മോഹന് തന്നെ ആശംസ നേരാണ്. പിന്നെ അപ്പൊ ശരി. എല്ലാവർക്കും ഈ ഒരു സ്നേഹസദസ്സിൽ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. എക്സ്റ്റസി എന്നൊരു പേരിലൂടെ മത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ജസീന ബാനുവാണ്. മലയാളത്തില് ഇത് ഇറക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഹനാസ് ആണ്. ഇതാണ് മത്തിന്റെ പിന്നിലെ ഫുൾ ടീം. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഇനി കൂടുതൽ ഭാഷകളിലേക്ക് മത്ത് പോട്ടെ. നമ്മളെ മത്ത് പിടിപ്പിച്ച പോലെ എല്ലാരെയും മത്ത് പിടിപ്പിക്കട്ടെ. മത്ത്, സ്വത്വം, പാത്തു, അതിന്റെ ആദ്യത്തെ പുസ്തകം முதல்ல മലയാളത്തിൽ വന്ന് അതുക്കപ്പുറം തമിഴിൽ പോയി ഇപ്പൊ ഇംഗ്ലീഷിൽ കൂടെ വന്നിരിക്കുന്നു. ரொம்ப பெரிய லாங் ஜேர்னி. ஏன் தமிழ் தெரியுமா? ஏன் தமிழ்? தமிழ் கீதேச்சிக்கு ரொம்ப பிடிக்கும். அதனால தான் முதல்ல தமிழுக்கு அனுப்பியாச்சு. Now she has sent it to English also. So everything, all languages, because her husband is the sponsor of all languages. So she will go തമിഴില് പോയിടും, തെലുങ്കില് പോയിടും, കന്നഡാവില് പോയിടും, ഹിന്ദി എല്ലായിടത്തിലും. ഇന്ത്യ മൊത്തം.